ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നെൻ്റെ വല്യമ്മയുടെ ഒരു സ്പെഷ്യൽ മസാലക്കറിയുടെ റെസിപ്പിയാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ വല്യമ്മ ഒറ്റയ്ക്കാണ് താമസം. പക്ഷെ ആരെപ്പോൾ പോയാലും വല്യമ്മ ചോറും കറികളൊക്കെ എല്ലാവർക്കും കൊടുക്കും, എന്നും ഉണ്ടാവും. അപ്പോൾ വല്യമ്മ ഒറ്റയ്ക്കാണെങ്കിലും ഇതുപോലൊരു പാത്രത്തിൽ ചട്ടിയിൽ എപ്പോഴും കൂട്ടാൻ ഉണ്ടാക്കി വയ്ക്കും. അപ്പോൾ നല്ല ടേസ്റ്റാണ്, നല്ല കൈപ്പുണ്യാണ് വല്യമ്മയ്ക്ക്. എന്നാൽ ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ളൊരു മസാലക്കറിയാണ് തയ്യാറാക്കിയിരിക്കുന്നത് വല്യമ്മ. അപ്പോൾ പണ്ടത്തെ അതേ ട്രഡീഷണലായിട്ട് അതേ രീതിയിലുള്ള ഒരു മസാലക്കറിയാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഇതുപോലെ പാത്രത്തിൽ വേവിച്ചെടുക്കുകയാണ് ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഉരുളക്കിഴങ്ങ് വേവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വെന്തോന്ന് നോക്കുമായിരുന്നു. അതിനുള്ളിൽ മസാല തയ്യാറാക്കി. മസാല അരയ്ക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയും ചെറിയുള്ളിയും കുറച്ച് തേങ്ങയും മല്ലിയും മുളകും കൂടെ വറുത്തെടുത്താണിത്. അപ്പോൾ കൊട്ടത്തേങ്ങയാണ് ഇതിലിട്ടിരിക്കുന്നത്. അപ്പോൾ തേങ്ങ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ വലിയമ്മ തന്നെ എല്ലാം ചെയ്യും. അപ്പോൾ പാകത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നല്ലപോലെ അരച്ചെടുക്കും. വലിയമ്മയ്ക്ക് വീഡിയോ എടുക്കുന്നതൊന്നും അത്ര ഇഷ്ടമല്ല. പിന്നെ ഞാൻ എൻ്റെ ഒരു ആഗ്രഹത്തിന് എടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പറയും എൻ്റെ ഫോട്ടോ എടുക്കണ്ട, വീഡിയോ എടുക്കണ്ട എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാലും ഞാൻ എടുത്തു. അപ്പോൾ മിക്സിയിൽ നല്ല പോലെ തേങ്ങയൊക്കെ അരച്ചെടുത്തു. വല്യമ്മ എൻ്റെ അടുത്ത് എടുക്കണ്ടെന്ന് പറയുമായിരുന്നു. ഞാനിപ്പോൾ ഒരു പ്രാവശ്യം എടുത്തോട്ടെ വല്യമ്മ ചോദിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. ഇപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ വെന്തിട്ട് നല്ലപോലെ തോലൊക്കെ കളഞ്ഞ് ചെറുതാക്കി മുറിച്ചിട്ട് ചട്ടിയിൽ ഇട്ട് കൊടുത്തു. ഇനി ഈ അരച്ച മസാല അതിലേക്ക് ചേർത്ത് ഇളക്കുകയാണ്. വല്യമ്മ കൈ കൊണ്ട് തന്നെയാണ് അതൊക്കെ മിക്സ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ പണ്ട് എങ്ങനെയാണോ വെക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും ചെയ്യാറുള്ളത്. അപ്പോൾ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കല്ലുപ്പാണ് ചേർത്തിരിക്കുന്നത്. എന്നിട്ടത് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തു. മസാലകളൊക്കെ നേരത്തെ നമ്മൾ അരച്ചതാണല്ലോ, അതുകൊണ്ട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മാത്രമേ ഇപ്പോൾ ചേർക്കുന്നുള്ളൂ. ബാക്കി എല്ലാ മസാലകളും നമ്മൾ അരച്ചെടുത്തു. അപ്പോൾ പാകത്തിന് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുത്തു. എന്നിട്ട് അടച്ച് വെച്ചിട്ട് നല്ലപോലെ തിളയ്ക്കാൻ വെച്ചു. ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല തിള വന്നു. അപ്പോൾ ഇതിലേക്ക് കറിവേപ്പിൻ്റെ ഇലയാണ് താഴ്ത്തി കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ വല്ലാത്തൊരു മണമാണ് ഇതിന് വരുന്നത്. ചെറിയുള്ളിയൊക്കെ ചേർത്തുകൊണ്ട് ഇതിൻ്റെ മണം സഹിക്കാൻ വയ്യ നമുക്കിത്. മണം വരുമ്പോൾ തന്നെ ഭക്ഷണം കഴിക്കാൻ തോന്നും. അപ്പോൾ നല്ലപോലെ ഇളക്കി കൊടുത്തു. ഇപ്പോൾ കറി തയ്യാറായിട്ടുണ്ട്. വല്യമ്മ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. വല്യമ്മയുടെ എക്സ്പ്രഷൻ കണ്ടാൽ തന്നെ അറിയാം, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ മസാലക്കറി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ചുകൂടി കറിവേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. കുറച്ചുകൂടി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മസാലക്കറി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.